ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും പല പല എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ. റിയലി സോറി. നമ്മൾ എന്തായാലും ഇനി കുറച്ചധികം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും ഹെൽത്ത് അലോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും BSc നഴ്സിംഗ് ആയാലും MSc നഴ്സിംഗ് OB ഗൈനി ആണെങ്കിലും GNM കുട്ടികളാണെങ്കിലും എന്തായിക്കോട്ടെ നമ്മൾ പഠിച്ചത്, നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള, ഒരിക്കലെങ്കിലും പ്രാക്ടീസ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒട്ടും സമയം കളയാതെ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് തന്നെ നമ്മുടെ പുതിയൊരു കൊറോണയുടെ വകഭേദം വരുന്നുണ്ട്. നമ്മുടെ 2 കേസുകൾ ഇന്ന് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. എല്ലാവരും സേഫ് ആയിട്ട് നിങ്ങളുടെ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് മാസ്കിൽ നിന്നൊന്നും ഇറങ്ങാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഓരോന്നോരോന്ന് വരികയല്ലേ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ പ്രൈമോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തോണം. അതിനകത്ത് ഒരു ഇതും കാണിക്കില്ല കേട്ടോ. അത് ആദ്യമേ തന്നെ പറയട്ടെ. പോയിട്ടില്ല, ഇനിയും ഒരു വർഷം കൂടി ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന്റെ കൂടെ നിങ്ങളുടെ ബാക്കിയുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സ്റ്റെപ്പുകളൊക്കെ മുന്നോട്ട് തന്നെ പോകട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാനും ഒക്കെ പറ്റട്ടെ കേട്ടോ. എന്തായാലും നമ്മൾ ഒത്തിരി സമയം കളയാതെ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ ഞാൻ വായിച്ചു നോക്കി. നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി സെക്ഷൻസ് ഒന്നും എടുത്തു തരാൻ പറ്റത്തില്ലാത്തതിൽ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ കൊണ്ടിട്ടാണ്. എനിവേ, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എത്തിയിട്ടേ നിങ്ങൾ നിർത്താവൂ. ഓക്കെ, നിങ്ങളുടെ പ്രയത്നങ്ങൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലെത്തിയിട്ട് മാത്രമേ നിങ്ങൾ പിന്തിരിയാവൂ, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാവൂ. അപ്പൊ നമുക്ക് സക്സസ് ഉണ്ടാകും, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് നമ്മളെ ത്രൂ ഔട്ട് ലൈഫ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകും. എങ്കിലും അതെല്ലാം നേടിയിട്ട് നമുക്ക് ആ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സോ ഡോണ്ട് സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ്, സ്റ്റോപ്പ് ഓൺലി വെൻ യു ആർ ഡൺ. അത് എപ്പോഴും ഓർത്തു വെക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്ക് വെച്ച് ഒന്നും സ്റ്റോപ്പ് ചെയ്യല്ല. നിങ്ങളുടെ ഗോൾ പോയിന്റിൽ എത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനിടയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്ന് ഈ കുഞ്ഞാപ്പിയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ. വളരെ ചെറിയൊരു സാധനമാണെങ്കിലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് എക്സാം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇയാള് അല്ലെ. നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതും. നമ്മൾ ഏത് ഇയർ ഇത് പഠിച്ചതാണെങ്കിലും BSc ആണെങ്കിലും GNM ആണെങ്കിലും എന്തായിക്കോട്ടെ, നമ്മൾ പോസ്റ്റ് ബേസി ആണെങ്കിലും ഒക്കെ നമ്മൾ ഇയാളെ കുറിച്ച് പഠിച്ചിട്ടേ പോവാറുള്ളൂ അല്ലെ. നമ്മളിത് കയ്യിൽ ഒരിക്കലെങ്കിലും എടുത്തിട്ടില്ലാത്ത ആരും നിങ്ങളിൽ കാണില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു നോളജ് ബേസ് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഫീറ്റൽ സ്കള്ളിനെ കുറിച്ച് നല്ലതായിട്ട് പഠിക്കണം. പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ നമ്മുടെ പെൽവിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം വളരെ എളുപ്പമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ഫീറ്റൽ സ്കള്ളിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫീറ്റൽ സ്കള്ളിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതിനകത്ത് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അല്ലെ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ അറിയേണ്ടത് ഫീറ്റൽ സ്കള്ളിലെ ബോണുകളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് ബോണ്, എത്ര ബോൺസ് ഉണ്ട്, എവിടെയാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് സ്യൂച്ചറുകളാണ്. നമുക്കറിയാം ഫീറ്റൽ സ്കൾ ബോൺസിനെ തമ്മിൽ ആ പൊസിഷനിൽ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്നത് സ്യൂച്ചറുകളാണെന്ന് നമുക്കറിയാം. അപ്പൊ ഓരോ സ്യൂച്ചേഴ്സും അറിയണം. ഓരോ സ്യൂച്ചർ ചോദിച്ചപ്പം എവിടെയാണ് സ്യൂച്ചർ ഇരിക്കുന്നതെന്ന് ചോദിച്ചാലും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റണം. ഇതൊക്കെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഫീറ്റൽ സ്കളിനകത്ത് ഫോണ്ടനൽസിനെ കുറിച്ച് നമുക്ക് അറിയാനുണ്ട് അല്ലെ. ഫോണ്ടനൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോണ്ടനൽസിനെ കുറിച്ച് നമുക്ക് അറിയണം. പിന്നെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഫീറ്റൽ സ്കളിലെ
ഡയമീറ്റേഴ്സ് ആണ് കേട്ടോ. ഇപ്പം ഏതൊരു എക്സാം എടുത്താലും ഉറപ്പായിട്ട് അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫീറ്റൽ സ്കള്ള് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഡയമീറ്ററുകൾ പഠിക്കണം. ഡയമീറ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള ഡയമീറ്റേഴ്സ്, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ട് എന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് പുറകിലോട്ടോ പുറകിൽ നിന്ന് മുന്നോട്ടോ ഉള്ള ഡയമീറ്റർ, അതായത് ആൻഡ്രോപോസ്റ്റർ ഡയമീറ്റേഴ്സ് പഠിക്കണം. അതുപോലെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റേഴ്സും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് 2-3 ടോപ്പിക്കുകളോട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫീറ്റൽ സ്കളില് മാസ്റ്റേഴ്സ് ആകും. ഓക്കെ, അപ്പൊ നമ്മൾ ഫീറ്റൽ സ്കളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പോവാം. സിമ്പിൾ ആണ് കേട്ടോ, വളരെ കുഞ്ഞു സാധനമല്ലേ, ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അത് പഠിച്ചു വെച്ചാൽ മതി. അതിപ്പോ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫീറ്റൽ സ്കളിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫീറ്റൽ സ്കൾ ബോണുകൾ. നമ്മുടെ ഫീറ്റൽ സ്കൾസിൽ ഏതൊക്കെ ബോണുകളാണുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഫ്രണ്ടിലുള്ള ഈ 2 എണ്ണം അല്ലെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫ്രോണ്ടൽ ബോൺ. നമ്മുടെ നെറ്റ് ഈ ഒരു ഭാഗം നമുക്ക് ഫ്രോണ്ടൽ ബോൺ ഉണ്ട്, 2 ഫ്രോണ്ടൽ ബോൺസ് ഉണ്ട്. പിന്നെ ഏത് ബോണാ ഉള്ളത്? 2 പരൈറ്റൽ ബോൺസ് ഉണ്ട് അല്ലെ. ഈ 2 സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരൈറ്റൽ ബോൺസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 2 ടെമ്പറൽ, നമ്മൾ 2 സൈഡിലായിട്ട് പരൈറ്റലിന് താഴെ ടെമ്പറൽ ബോൺസ് ഉണ്ട്. ഏറ്റവും താഴെ ആരുണ്ട്? ഒരു ഓക്സിപിറ്റൽ ബോൺ ഉണ്ട് അല്ലെ. അപ്പം ഇത്രയാണ് നമ്മുടെ ബോണുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ബോണുകൾ? 2 ഫ്രോണ്ടൽ ബോൺ, then 2 parietal, 2 temporal and 1 occipital. occipital ഒന്നല്ലേ ഉള്ളൂ, ഒരു ബോണേ ഉള്ളൂ ഓക്സിപിറ്റൽ കേട്ടോ. അപ്പൊ ഇത്രയാണ് സ്കൾ ബോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം വരും? 7 എണ്ണം വരും. അപ്പം ഏതൊക്കെയാണ് സ്കൾ ബോൺസ് എന്നും അതിന്റെ ടോട്ടൽ നമ്പറും ഓർത്ത് വെക്കുക. അത് കൂടുതൽ എത്ര പഠിക്കാനാണ്, വേറെ ബോൺസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നമ്മൾ ബോണുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് ചില എന്താണ് ഉന്തലുകൾ അല്ലെ, അതിൽ ഇതുപോലെ ഉന്തി ഇരിക്കുന്നത് നോക്കിയാൽ പരേറ്റിലൊക്കെ നോക്കുമ്പോൾ ഒരു പ്രോമിനൻസ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രോമിനൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത് ഫ്രോണ്ടൽ എമിനൻസ് അല്ലെങ്കിൽ ഫ്രോണ്ടൽ പ്രോമിനൻസ് എന്ന് വിളിക്കാം. ദെൻ ഇതാണ് പരേറ്റൽ എമിനൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ജസ്റ്റ് ഒരു ബൾജ് പോലെ കാണില്ലേ, അത് ഈ ഒരു സ്ഥലം കണ്ട പരേറ്റൽ എമിനൻസ്. അതുപോലെ ഓക്സിപിറ്റൽ ബോൺ എടുത്തു കഴിഞ്ഞാലും ഓക്സിപിറ്റലിനും ഉണ്ട് ഒരു എമിനൻസ്. ഇതിന് ഓക്സിപിറ്റൽ എമിനൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ഡയമീറ്റർ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ സ്കൾ ബോൺസ് ആണ്. ഈ പിക്ചറിനകത്ത് ഒന്നുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഫ്രോണ്ടൽ അല്ലെ, മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്ന ഫ്രോണ്ടൽ ആണ്. ദെൻ പരൈറ്റൽ, ബാക്കിൽ ഓക്സിപിറ്റൽ, സൈഡില് ടെമ്പറൽ. ക്ലിയർ ആയില്ലേ? പിന്നെ നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോഴത്തേന് നമ്മൾ ഫീറ്റൽ സ്കൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ബോണുകളെ തമ്മിൽ യുണൈറ്റ് ചെയ്യുന്ന ചില ജോയിന്റുകളെ കാണാറുണ്ട് അല്ലെ. ഈ ജോയിന്റുകൾക്ക് പറയുന്ന പേരാണ് ശരിക്കും സ്യൂച്ചറുകൾ എന്ന് പറയും. എന്താണ്? സ്യൂച്ചേഴ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്യൂച്ചറുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം ഫ്രോണ്ടലിനും പരൈറ്റലിനും ഇടയിലുള്ള സ്യൂച്ചർ ഏതാണ്, പരൈറ്റലിനും ഓക്സിപിറ്റലിനും ഇടയിലുള്ള സ്യൂച്ചർ ഏതാണ്, അതിനിടയിൽ എത്ര സ്യൂച്ചറുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ഇതിലേക്ക് നോക്കട്ടെ, ഈ കുട്ടിയിലേക്ക് നോക്കാം. ഇതിൽ നോക്കിയേ, ഫ്രോണ്ടൽ 2 ഫ്രോണ്ടൽ ബോണുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്യൂച്ചർ ആണ് ഫ്രോണ്ടൽ സ്യൂച്ചർ അല്ലെ. അത് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, കാരണം എന്താണ്? അത് ഈസിയാണ്. ഫ്രോണ്ടൽ സ്യൂച്ചർ, 2 ഫ്രോണ്ടൽ ബോണിനിടയിൽ ഫ്രോണ്ടൽ സ്യൂച്ചർ. ഇനി ബാക്കിലേക്ക് നോക്കിക്കേ, ഇത് നമ്മുടെ 2 പരൈറ്റൽ ബോൺ ആണ് അല്ലെ. ഇത് 2 പരൈറ്റൽ ബോൺ ആണ്. 2 പരൈറ്റൽ ബോണിനും ഈ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന 2 ഫ്രോണ്ടൽ ബോണിനും ഇടയിലുള്ള സ്യൂച്ചർ ഉണ്ടല്ലോ നോക്കിയേ. 2 ഫ്രോണ്ടലിനും 2 പരൈറ്റലിനും ഇടയിലുള്ള സ്യൂച്ചർ ഇങ്ങനെ റാ പോലെ ഷേപ്പിലിരിക്കും. ഇവരെ നമ്മൾ വിളിക്കും കൊറോണൽ സ്യൂച്ചർ. എന്താണ്? കൊറോണൽ സ്യൂച്ചർ. ദെൻ 2 പരൈറ്റലിനിടയിലാണെങ്കിൽ നമുക്ക് 2 സ്യൂച്ചറുകൾ, ഒരു സ്യൂച്ചർ കാണാം. ആ സ്യൂച്ചറിന് പറയുന്ന പേരാണ് സജൈറ്റൽ സ്യൂച്ചർ. സജൈറ്റൽ സ്യൂച്ചർ. ഇനി ബാക്ക് സൈഡ് നോക്കിയാലോ, നമ്മുടെ ഓക്സിപിറ്റൽ ബോണും നമ്മുടെ 2 പരൈറ്റൽ ബോണിനും ഇടയിലും ഒരു സ്യൂച്ചർ കാണാം. അതിന് പറഞ്ഞ പേരാണ് ലാംഡോയിഡ് സ്യൂച്ചർ കേട്ടോ, ലാംഡോയിഡ് സ്യൂച്ചർ. അപ്പൊ നമുക്ക് ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള സ്യൂച്ചേഴ്സ് ഉള്ളത്. നിങ്ങൾ ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിക്കേ, ഫ്രണ്ട് വ്യൂ കണ്ടോ? നമ്മുടെ ഫ്രോണ്ടൽ ബോൺസിനിടയിൽ കാണുന്ന സ്യൂച്ചർ അല്ലെങ്കിൽ ജോയിന്റിന് പറഞ്ഞ പേരാണ് ഫ്രോണ്ടൽ സ്യൂച്ചർ. പിന്നെ നോക്കിക്കേ, നമ്മുടെ പരൈറ്റലിനും നമ്മുടെ ഫ്രോണ്ടലിനും ഇടയിലുള്ളത് ഈ റാ പോലെ ഇരിക്കുന്ന സ്യൂച്ചർ എന്താണ്? കൊറോണൽ സ്യൂച്ചർ. പിന്നെ നമ്മുടെ 2 പരൈറ്റൽ ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടയ്ക്കുള്ളത് എന്താണ്? സജൈറ്റൽ സ്യൂച്ചർ. പിന്നെ ബാക്ക് സൈഡിൽ നമ്മുടെ ഓക്സിപിറ്റൽ ബോണിനും 2 പരൈറ്റൽ ബോണിനും ഇടയിലുള്ള സ്യൂച്ചർ ആണ് ലാംഡോയിഡ് സ്യൂച്ചർ. അതിന്റെ സ്പെല്ലിംഗ് നോക്കണം കേട്ടോ, ലാംഡോയിഡ് എന്നാണ് പറയുന്നത്. ലാംഡോയിഡ് സ്യൂച്ചർ എന്ന് പറയും. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഇപ്പൊ നമ്മളോട് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പരൈറ്റൽ ബോണിനും ഓക്സിപിറ്റൽ ബോണിനും ഇടയിലുള്ള സ്യൂച്ചർ ഏതാണ്? നമ്മൾ ഏത് പറയും? ലാംഡോയിഡ് സ്യൂച്ചർ പറയും അല്ലെ. സിമ്പിൾ അല്ലേ? പിന്നെ 2 പരൈറ്റൽ ബോണിനിടയിലുള്ള സ്യൂച്ചർ ഏതാണ്? ഏത് സ്യൂച്ചറാണ്? സജൈറ്റൽ സ്യൂച്ചർ. ഓക്സിപിറ്റലിനും പെരൈറ്റലിനും ഇടയിലുള്ള സ്യൂച്ചർ ഏതാണ് സ്യൂച്ചർ? കൊറോണൽ സ്യൂച്ചർ. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ. ക്ലിയർ ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ,
നമ്മൾ പെർവജനൽ എക്സാമിനേഷൻ ചെയ്യും അല്ലെ, ഇപ്പൊ ലേബറിന്റെ സമയത്തൊക്കെ ആണെങ്കിലും PV എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്യൂച്ചറാണ് പാൽപേറ്റ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം, നമ്മൾ സജൈറ്റൽ സ്യൂച്ചറാണ് അവിടെ പാൽപേഷൻ നമ്മൾ ചെയ്യുന്നത്. സജൈറ്റൽ സ്യൂച്ചർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്, ഹെഡിന്റെ സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. അപ്പൊ അതൊരു എക്സാം പോയിന്റ് ആണ്. നമ്മൾ പെർവജനൽ എക്സാമിനേഷനിൽ നമുക്ക് പാൽപേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്യൂച്ചർ എന്ന് പറയുന്നത് ഫുള്ളി ഫ്ലെക്സ്ഡ് ഹെഡിൽ സജൈറ്റൽ സ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പൊ സ്യൂച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഓരോ സ്യൂച്ചറും എവിടേക്കാണ് കാണുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞു വെക്കുക. സജൈറ്റൽ സ്യൂച്ചറാണ് PV എക്സാമിനേഷൻ നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കണം. സിമ്പിൾ അല്ലേ? അടുത്ത നമ്മൾ പോകുന്നത് സ്യൂച്ചേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് സ്യൂച്ചേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫ്ലാറ്റ് ബോൺസ് ഓഫ് ദി വോൾട്ട് അല്ലെങ്കിൽ സ്കൾ ആർ യുണൈറ്റഡ് ടുഗെദർ ബൈ non-ossified membranes attached to the margin of the bone, which is known as sutures. Frontal suture lies between two frontal bones. Sagittal അല്ലെങ്കിൽ നമ്മൾ longitudinal suture എന്ന് പറയും, lies between two parietal bones. Coronal suture എവിടെയാണ്? Between parietal and frontal bones on either side. Lambdoid suture separate the occipital bone and the two parietal bones. വളരെ സിമ്പിൾ ആണ്, ഇതിനകത്തെ മാർക്കൊന്നും നിങ്ങൾ കളയരുത് കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫോണ്ടനെയിൽസ് ആണ്. അപ്പൊ നമ്മൾ ഈ സ്കൾ എടുക്കുമ്പോഴത്തേന് നോക്കിക്കേ, നമ്മൾ ഈ സ്യൂച്ചേഴ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേന് കണ്ടോ കൈയായിപ്പോയി, ഇതിനിടയിൽ ഈ സ്യൂച്ചർ ലൈനിനിടയിൽ കുറച്ച് വൈഡ് ഗ്യാപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ദാ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ദാ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ സ്യൂച്ചർ ലൈനിനിടയിൽ കാണുന്ന ഗ്യാപ്പുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫോണ്ടനെലെ. എന്താണ്? ഫോണ്ടനെലെ എന്ന് നമ്മൾ പറയും. അപ്പൊ ശരിക്കും നമ്മൾ ഒരു ഒബ്സ്റ്റട്രിക്കൽ പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോണ്ടനെയിൽസ് ആണ് ഉള്ളത്. ഒന്ന് ആന്റീരിയർ പോർഷനിൽ കാണുന്ന ആന്റീരിയർ ഫോണ്ടനെലയും പോസ്റ്റീരിയർ പോർഷനിൽ കാണുന്ന പോസ്റ്റീരിയർ ഫോണ്ടനെലയും കേട്ടോ. അപ്പൊ ഒബ്സ്റ്റട്രിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് ഇമ്പോർട്ടന്റ് ഫോണ്ടനെല ആണുള്ളത്. കഴിഞ്ഞ ഒരു നടന്ന ഒരു എക്സാം ക്വസ്റ്റിന് ചോദിച്ചതാണ്, നമ്പർ ഓഫ് ഫോണ്ടനെയിൽസ് ചോദിച്ചു, അവർ ആൻസർ കൊടുത്തിരുന്നത് 2 ആണ് കേട്ടോ. ഒബ്സ്റ്റട്രിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് ഫോണ്ടനെയിൽസ് ആണ് ഉള്ളത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, 2 ഫോണ്ടനെയിൽസ് മാത്രമല്ല ഒരു ഫീറ്റൽ സ്കൾഡിനകത്തുള്ളത്. ടോട്ടൽ 6 ഫോണ്ടനെയിൽസ് ഉണ്ട് ശരിക്കും പറഞ്ഞാല്. ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിക്കേ, ഏറ്റവും മുകളിൽ ആന്റീരിയർ ഫോണ്ടനെലെ, ബാക്ക് സൈഡിൽ പോസ്റ്റീരിയർ ഫോണ്ടനെലെ, അത് കൂടാതെ 2 സ്പീനോയിഡ് ഫോണ്ടനെലെ ഉണ്ട്. നോക്കിക്കേ, ഈ സൈഡിൽ കണ്ടോ, ഇവിടെയും നമ്മള് ഫോണ്ടനെയിൽസ് ഉണ്ട് അല്ലെ. സ്പീനോയിഡ് ഫോണ്ടനെലയും ബാക്കിൽ 2 മാസ്റ്റോയിഡ് ഫോണ്ടനെയിൽസും ഉണ്ട്. അപ്പൊ സ്പീനോയിഡ് ഫോണ്ടനെയിൽസ് 2 സൈഡിൽ ഓരോന്ന് വീതമുണ്ട്, മാസ്റ്റോയിഡ് ഫോണ്ടനെയിൽസും ബൈലാറ്ററലി ഉണ്ട്. അപ്പൊ അവിടെ തന്നെ 4 ആയി. പിന്നെ നമ്മുടെ ആന്റീരിയർ ഫോണ്ടനെലെ 1, പോസ്റ്റീരിയർ ഫോണ്ടനെലെ 1. അപ്പൊ ടോട്ടൽ ശരിക്കും ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 6 കൊടുക്കാറുണ്ടെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ ഒബ്സ്റ്റട്രിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 2 എണ്ണാണുള്ളത് ഇമ്പോർട്ടന്റ്. ബട്ട് ടോട്ടൽ ഫോണ്ടനെയിൽസ് പറയുമ്പോൾ നമുക്ക് 6 ഫോണ്ടനെയിൽസ് ആണ് മെയിൻലി ഉള്ളത് കേട്ടോ. ഇനി നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് ഈ 2 ഫോണ്ടനെയിൽസിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ആന്റീരിയർ ഫോണ്ടനെലയുടെ ഷേപ്പ് എന്താണ്? വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ആന്റീരിയർ ഫോണ്ടനെല? എക്സാം ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ആന്റീരിയർ ഫോണ്ടനെല? എക്സാം ക്വസ്റ്റ്യൻ. ആന്റീരിയർ ഫോണ്ടനെല ഫോം ചെയ്തിരിക്കുന്നത് എത്ര സ്യൂച്ചേഴ്സ് കൊണ്ടിട്ടാണ്? എക്സാം ക്വസ്റ്റ്യൻ. ആന്റീരിയർ ഫോണ്ടനെലയുടെ മറ്റൊരു പേരെന്താണ്? എക്സാം ക്വസ്റ്റ്യൻ. അതുപോലെ പോസ്റ്റീരിയറിന്റെയും ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്ന് ചോദിക്കാം. ഷേപ്പ്, ഡയമെൻഷൻസ്, എത്ര സ്യൂച്ചറിനിടയിൽ കാണുന്നു എന്നുള്ളതൊക്കെ എക്സാം ക്വസ്റ്റ്യൻ ആണ്. അത് കൂടാതെ ഇത് എപ്പോ ക്ലോസ് ചെയ്യുന്നുള്ളതും എക്സാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ആന്റീരിയർ ഫോണ്ടനെല അല്ലെ. ആന്റീരിയർ ഫോണ്ടനെല. ഈ ആന്റീരിയർ ഫോണ്ടനെലയുടെ ശരിക്കും ഷേപ്പ് എന്താണ്? എന്താ ഷേപ്പ് ഇത്? ഇതാണ് ഡയമണ്ട് ഷേപ്പ് ആണ് അല്ലെ. ഡയമണ്ട് ഷേപ്പ് ആണ്. പോസ്റ്റീരിയർ ഫോണ്ടനെലയുടെ ഷേപ്പ് എന്താണ്? പോസ്റ്റീരിയർ ഫോണ്ടനെലയുടെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ട്രയാങ്കുലർ ഷേപ്പ്. അപ്പൊ ആന്റീരിയർ ഫോണ്ടനെല നോക്കിക്കേ. അപ്പൊ ആന്റീരിയർ ഫോണ്ടനെലയുടെ പേര് നമ്മൾ പറഞ്ഞു, ആന്റീരിയർ ഫോണ്ടനെലയുടെ ഷേപ്പ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഡയമണ്ട് ഷേപ്പ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആന്റീരിയർ ഫോണ്ടനെലയുടെ മറ്റൊരു പേരെന്താണ്? ആന്റീരിയർ ഫോണ്ടനെലയുടെ മറ്റൊരു പേരാണ് ബ്രഗ്മ. എന്താണ്? ബ്രഗ്മ. ഞാൻ കാണിക്കാം, അത് എഴുതിയിട്ടുണ്ട് കേട്ടോ, ബ്രഗ്മ. മൂന്നാമത്തെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ആന്റീരിയർ ഫോണ്ടനെല ഏതൊക്കെ സ്യൂച്ചേഴ്സിനിടയിലാണ് കാണുന്നത്? ഏതൊക്കെ സ്യൂച്ചറാ നിങ്ങൾ നോക്കിക്കേ. നമുക്ക് 2 സൈഡിൽ കൊറോണൽ സ്യൂച്ചർ, ഫ്രണ്ടിൽ ഫ്രോണ്ടൽ സ്യൂച്ചർ, ബാക്കില് സജൈറ്റൽ സ്യൂച്ചർ. ഈ 4 സ്യൂച്ചേഴ്സിനിടയിൽ അല്ലെ, 2 സൈഡിൽ കൊറോണൽ, 1 ഫ്രോണ്ടൽ, 1 സജൈറ്റൽ. ഇവരുടെ ഇടയിലാണ് ആര് കാണുന്നത്? നമ്മുടെ ആന്റീരിയർ ഫോണ്ടനെല അല്ലെങ്കിൽ ബ്രഗ്മ കാണുന്നത്. ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോണം കേട്ടോ. ഏതൊക്കെ സ്യൂച്ചേഴ്സിനിടയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോണ്ടൽ, പരൈറ്റൽ, കൊറോണൽ, ഇവരുടെ ഇടയിലാണ് ആന്റീരിയർ ഫോണ്ടനെല കാണുന്നത്. ക്ലിയർ ആയല്ലോ. പിന്നെ ആന്റീരിയർ ഫോണ്ടനെല നിങ്ങൾ ചിന്തിക്കുക, ഇച്ചിരി വലിപ്പം കൂടുതലായതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, ഒരു 1.5 ഇയർ എങ്കിലും എടുക്കും എന്നും കൂടെ മനസ്സിലാക്കി വെക്കണം.
ഇനി അതുപോലെ പോസ്റ്റീരിയർ ഫോണ്ടനല എടുക്കുകയാണ് നമ്മള്. പോസ്റ്റീരിയർ ഫോണ്ടനലയുടെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഇസ് ട്രയാങ്കുലർ ഷേപ്പ് ആണ്. പോസ്റ്റീരിയർ ഫോണ്ടനലയുടെ മറ്റൊരു പേരെന്താണ്? ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ലാംഡ. എന്താണ്? ലാംഡ. ആന്റീരിയർ ഫോണ്ടനല ഈസ് ബ്രഗ്മ, പോസ്റ്റീരിയർ ഫോണ്ടനല ഈസ് ലാംഡ. പോസ്റ്റീരിയർ ഫോണ്ടനല ഏതൊക്കെ സ്യൂച്ചേഴ്സിന് ഇടയിലാണ് കാണുന്നത്? സിമ്പിൾ ആയിട്ടൊന്ന് നോക്കിക്കേ. ഒന്ന് സജൈറ്റൽ സ്യൂച്ചർ, പിന്നെ രണ്ട് സൈഡില് ലാംബോയിഡ് സ്യൂച്ചർ. ഇവർക്കിടയിലാണ് ആര് കാണുന്നത്? നമ്മുടെ ലാംഡ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഫോണ്ടനലെ കാണുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓർത്തു വെക്കണം. So fontanelles ഞാൻ ഓൾറെഡി പറഞ്ഞു, they are the wide gap in the suture line is called fontanelles. Anterior fontanelle is also known as phragma. Its diamond shape ആണ്. Dimensions 2.5 to 3 centimeter length ആണ്. ക്ലോസ് ചെയ്യുന്നത് കുറച്ച് സമയം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. 12 to 18 months എന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ 1.5 year നിങ്ങൾ ഓർത്ത് വെക്കാൻ ഈസി ആയിരിക്കും. പോസ്റ്റീരിയർ ഫോണ്ടനലെ ഓർ ലാംഡ ട്രയാങ്കുലർ ഷേപ്പ് ആണ്. 1 to 2 centimeters ലെങ്ത്. ക്ലോസസ് അറ്റ് 1.5 months. അത് കുറച്ച് നേരത്തെ ക്ലോസ് ചെയ്ത് പോകും കേട്ടോ, 6 weeks. പിന്നെ രണ്ട് മാസ്റ്റോയിഡ് ഫോണ്ടനൈൽസ് ഉണ്ട്, രണ്ട് സജൈറ്റൽ സ്പീനോയിഡ് ഫോണ്ടനൈൽസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഫോണ്ടനൈൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എത്രണ്ണം വരും? 6 വരും അല്ലെ. പക്ഷെ ഒബ്സ്റ്റട്രിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് ഫോണ്ടനൈൽസ് ആണ്, ആന്റീരിയറും പോസ്റ്റീരിയറും. അടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമ്മൾ സ്കള്ളിനെ ഏതൊക്കെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് അറിഞ്ഞിരിക്കുന്ന നല്ലത് നമ്മൾ ഇത് പഠിക്കുമ്പോഴത്തേനും. എപ്പോഴും നിങ്ങൾ ഓർക്കണം, നമ്മൾ ഈ റൂഫ് ഓഫ് ദ നോസില്, നമ്മുടെ മൂക്കിന്റെ ഈ പാലത്തിന് തൊട്ട് മുകളിൽ നമ്മുടെ കണ്ണിന്റെ സൂപ്രാ ഓർബിറ്റൽ റിഡ്ജും കൂടെ വരുന്ന ഈ ഒരു ഭാഗമില്ലേ, റൂഫ് ഓഫ് ദ നോസിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലബെല്ല. എന്താണ്? ഗ്ലബെല്ല. റൂഫ് ഓഫ് ദ നോസ് ഇസ് കോൾഡ് ഗ്ലബെല്ല. അപ്പൊ ഈ ഗ്ലബെല്ല തൊട്ട് നമ്മുടെ താഴെ, ഈ നമ്മുടെ ചിഹ്നം എന്ന് പറയുമ്പോൾ താടി അല്ലെ, താടി ഈ ഒരു ഫ്ലോറിൽ മുട്ടുന്നില്ലേ, നമ്മുടെ നെക്കിലേക്ക് മുട്ടുന്നുണ്ട്. ഈ ഒരു പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫേസ്. ഇതിന്റെ ഈ ഒരു പോർഷനാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്ലബെല്ല തൊട്ട് ആന്റീരിയർ ഫോണ്ടനലയുടെ ടോപ്പ് വരെ, അതായത് നമ്മുടെ ബ്രഗ്മയുടെ സെന്റർ വരെയുള്ള ഈ ഒരു പോർഷൻ ഇല്ലേ, നമ്മുടെ നെറ്റി, ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കും ബ്രോ. ബ്രോ അല്ലെങ്കിൽ നമുക്ക് സിൻസിപ്പുട്ട് എന്ന് വേണേലും വിളിക്കാം കേട്ടോ. സിൻസിപ്പുട്ട്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ബൗണ്ടറീസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ സിൻസിപ്പുട്ട് എന്ന് പറയും. ഇനി ഇതിന്റെ സെന്റർ തൊട്ട് നമ്മുടെ ഈ ബാക്കില് നമ്മുടെ പോസ്റ്റീരിയർ ഫോണ്ടനലയില്ലേ, അതിന്റെ സെന്റർ, അതായത് ലാംഡയുടെ സെന്റർ വരെ ഉള്ള പോർഷൻ. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞു പരേറ്റൽ എമിനൻസ് എന്ന് പറഞ്ഞില്ലേ, രണ്ട് സൈഡിൽ പരേറ്റൽ ബോണിന്റെ അതിൽ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ സെന്റർ ആന്റീരിയർ ഫോണ്ടനലയുടെ സെന്റർ, ബാക്കിൽ നമ്മുടെ പോസ്റ്റീരിയർ ഫോണ്ടനലയുടെ സെന്റർ. അപ്പൊ നമുക്കൊരു ട്രയാങ്കുലർ ഏരിയ കിട്ടില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫീറ്റൽ സ്കൾ എടുക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, ഈ ഹയസ്റ്റ് പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. എക്സാം ക്വസ്റ്റ്യൻ ആണ് വെർട്ടെക്സ്. പിന്നെ നമുക്ക് എവിടെയാ ഉള്ളത്? ഈ ലാംഡയുടെ സെന്റർ തൊട്ട് ഓക്സിപ്പുട്ടിന്റെ തൊട്ട് താഴെ വരെ, അതായത് നെയ്പ് ഓഫ് ദ നെക്ക് എന്ന് പറയും. നെയ്പ് ഓഫ് ദ നെക്ക്, ഈ ഒരു പോർഷൻ നമ്മൾ പറയും ഓക്സിപ്പുട്ട് റീജിയൻ കേട്ടോ. അപ്പൊ നമുക്ക് മെയിൻലി എന്തൊക്കെയുണ്ട്? ഫേസ്, ബ്രോ ഓ സിൻസിപ്പുട്ട്, വെർട്ടെക്സ്, ഓക്സിപ്പുട്ട് റീജിയൻ. ഇത്രയാണ് നമുക്ക് എന്തുള്ളത്? പാർട്സ് ഓഫ് ദ ഫീറ്റൽ സ്കൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് ഈ പിക്ചറിലേക്ക് നോക്കിക്കേ. ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലബെല്ല, നമ്മുടെ റൂഫ് ഓഫ് ദ നോസും സൂപ്രാ ഓർബിറ്റൽ റിഡ്ജസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് തൊട്ട് ഫേസ് താഴെ വരെയാണ് ഫേസ് എന്ന് പറയുന്നത്. ബ്രോ എന്ന് പറയുന്നത് ഈ ഗ്ലബെല്ല തൊട്ട് വെർട്ടെക്സിന്റെ നമ്മുടെ ബ്രഗ്മയുടെ സെന്റർ വരെയാണ് നമ്മൾ ബ്രോ എന്ന് പറയുന്നത്. അത് സെന്റർ തൊട്ട് താഴെ വരെ ലാംഡയുടെ സെന്റർ പോയിന്റും നമ്മുടെ പരേറ്റൽ എമിനൻസിൽ കൂടെ രണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രാങ്കുലർ ഏരിയ നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ദെൻ ഓക്സിപ്പുട്ട് കണ്ടല്ലോ, ഓക്സിപ്പുട്ട് കണ്ടല്ലോ ഏറ്റവും ബാക്കിൽ നമ്മുടെ ലാംഡയുടെ സെന്റർ തൊട്ടിട്ട് ഓക്സിപ്പുട്ടിൽ എമിനൻസിന് തൊട്ട് താഴെ വരെയുള്ള പോർഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സിപ്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ശരിക്കും എന്ത് നമ്മുടെ സ്കള്ളിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. സിൻസിപ്പുട്ട് ഫ്രണ്ടിലും ഓക്സിപ്പുട്ട് ബാക്കിലും. ഇതൊക്കെ നിങ്ങൾ ഈ മെക്കാനിസം ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിൻസിപ്പുട്ട്, ഓക്സിപ്പുട്ട്. അതുകൊണ്ടൊക്കെയാണ് അത് പറഞ്ഞു തന്നത് കേട്ടോ. ഇപ്പൊ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബൗണ്ടറീസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സുപ്പീരിയർലി ബൈ റൂഫ് ഓഫ് ദി നോസ് ഓർ ഗ്ലബെല്ല ആൻഡ് സൂപ്രാ ഓർബിറ്റൽ റിഡ്ജസ് ആൻഡ് ഇൻഫീരിയർലി എന്ന് പറഞ്ഞാൽ താഴെ ജംഗ്ഷൻ ഓഫ് ദി ഫ്ലോർ ഓഫ് ദി മൗത്ത് വിത്ത് നെക്ക് നമുക്ക് ഫേസ് ഏരിയ ആണ്. ബ്രോ എന്ന് പറഞ്ഞാൽ ഫോർഹെഡിന്റെ ഏരിയ ആണ്. സുപ്പീരിയർലി ആന്റീരിയർ ഫോണ്ടനലെ ബ്രഗ്മ ആൻഡ് കൊറോണൽ സ്യൂച്ചറും, താഴെ ഏതാണ്? റൂഫ് ഓഫ് ദി നോസ് ആൻഡ് സൂപ്രാ ഓർബിറ്റൽ റിഡ്ജസ്, അതിനിടയിലാണ് ബ്രോ എന്ന് പറയുന്നത്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പാർട്ട് ഓഫ് ദി ഹെഡ് ആണ്. ടോപ്പ് ഓഫ് ദി ഹെഡ് എന്ന് പറയും. ഒരു ക്വാഡ്രാങ്കുലർ ഏരിയ ആണ്. ആന്റീരിയർലി ബൈ ദ ബ്രഗ്മ ആൻഡ് കൊറോണൽ സ്യൂച്ചർ, പോസ്റ്റീരിയർലി ബൈ ദ ലാംഡ ലാംബോയിഡ് സ്യൂച്ചർ. ലാറ്ററലി എന്താണ്? നമ്മൾ പരേറ്റൽ എമിനൻസ് വഴി രണ്ട് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാങ്കുലർ ചതുരം കിട്ടും. അതിന് വെർട്ടെക്സ് നമ്മൾ പറയുന്നു.
ദെൻ സിൻസിപ്പുട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആന്റീരിയർ ഫോണ്ടനലിക്കും ഗ്ലബെല്ലയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് ബ്രോ ഓർ സിൻസിപ്പുട്ട്. ഓക്സിപ്പുട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക് പാർട്ടാണ് കേട്ടോ. ബാക്ക് പാർട്ട്, അതായത് നമ്മുടെ ലാംഡയ്ക്കും ഇൻഫീരിയർ മാർജിൻ ഓഫ് ദി ഓക്സിപിറ്റൽ ബോണിനും ഇടയിലുള്ള പോർഷൻ ആണ് നമ്മൾ ഓക്സിപ്പുട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിന് ഡിവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഒന്ന് ജസ്റ്റ് അതിന്റെ ബൗണ്ടറീസ് മാത്രം മനസ്സിലാക്കി വെക്കുക. വെർട്ടെക്സ് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മള് ഇത്രയും നേരം പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതിൽ ഫ്രോണ്ട് നമ്മൾ ബോൺസിന്റെ നമ്പർ പഠിച്ചു. നമുക്ക് 2 ഫ്രോണ്ടൽ ബോൺ, 2 പരേറ്റൽ, 2 ടെമ്പറൽ ആൻഡ് 1 ഓക്സിപിറ്റൽ ബോൺസ് ആണ് ഉള്ളത്. നമ്മൾ സ്യൂച്ചേഴ്സ് പഠിച്ചു, എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്? ഫ്രോണ്ടൽ സ്യൂച്ചർ, പിന്നെ കൊറോണൽ സ്യൂച്ചർ, പരേറ്റൽ സ്യൂച്ചർ ആൻഡ് ലാംബോയിഡ് സ്യൂച്ചർ നമ്മൾ പഠിച്ചു. ദെൻ പിന്നെ ഞാൻ പറഞ്ഞ എന്താണ്? ഫോണ്ടനൈൽസ് അല്ലെ, ആന്റീരിയർ ഫോണ്ടനലെ, അതിന്റെ ഷേപ്പ്, ഡയമെൻഷൻസ്, പിന്നെ മറ്റൊരു പേരെന്താണ്, അതുപോലെ തന്നെ അതിന്റെ ക്ലോസിംഗ് എപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഏതൊക്കെ സ്യൂച്ചർ ലൈൻസിനിടയിലാണ് കാണുന്നത്? പോസ്റ്റീരിയർ ഫോണ്ടനലെ അതുപോലെ തന്നെ പഠിച്ചു. അത് കൂടാതെ നമുക്ക് 2 സ്പീനോയിഡ് ഫോണ്ടനൈൽസും 2 മാസ്റ്റോയിഡ് ഫോണ്ടനൈൽസ് ഉള്ളതും പഠിച്ചു. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? പാർട്സിനെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ഇനിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം, ഡയമീറ്റേഴ്സ് കേട്ടോ. ഡയമീറ്റേഴ്സ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും അതിനകത്ത് ഈ ഡയമീറ്റേഴ്സ്, ഒന്നെങ്കിൽ സ്കള്ളിന്റെ ഡയമീറ്റേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ പെൽവിസിന്റെ ഡയമീറ്റേഴ്സ് ചോദിക്കാം. അപ്പൊ അതങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മാർക്ക് പോകാതിരിക്കും കേട്ടോ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാല് ഇത് ഓർത്തിരിക്കും. വളരെ സിമ്പിൾ ആണ്, ഓർത്തിരിക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഒരു ചാർട്ട് പേപ്പർ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് നമ്മുടെ സ്കള്ളിന്റെ ഡയമീറ്റേഴ്സും പെൽവിസിന്റെ ഡയമീറ്റേഴ്സ് നമ്മളിപ്പോ പഠിക്കുമല്ലോ, അടുത്ത സെക്ഷനിൽ പഠിക്കാം. അപ്പൊ അത്രയും ഡയമീറ്റേഴ്സ് കൂടെ എഴുതി വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. ഒരു വട്ടം പഠിച്ചു എന്ന് വെച്ച് ഇത് ഓർത്തിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കണം. അല്ലാത്തവരാണെങ്കിൽ അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലോ ടോയ്ലറ്റിലാണെങ്കിലും കൊണ്ടൊട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ചിട്ട് അവിടെ പേസ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് ഒന്നുകൂടെ വായിച്ചു പോകുക കേട്ടോ, സമയം കിട്ടുന്ന പോലെ. അപ്പൊ നിങ്ങൾ അത് ഓർത്തിരിക്കും, അല്ലെങ്കിൽ ഇത് മറന്നു പോകും കേട്ടോ. അത് മാത്രം ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് പഠിക്കാം. അല്ലാതെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ എല്ലാ ഡയമീറ്റേഴ്സും എഴുതിയിട്ട് നമ്മൾ ലോട്ട് പേപ്പർ എഴുതുക. നമ്മൾ പണ്ട് കള്ളൻ പോലീസ് ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു പേപ്പറിനകത്ത് തുണ്ട് എഴുതിയിട്ട് കളിക്കത്തില്ലായിരുന്നോ? അതുപോലെ തന്നെ ഓരോ ഡയമീറ്റേഴ്സ് എഴുതുക. അതൊരു ഒരു കുഞ്ഞു ചില്ല് പാത്രത്തിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനകത്ത് ഇട്ട് വെക്കുക. അങ്ങോട്ട് പോകുമ്പോൾ അതിനകത്ത് ഒരെണ്ണം എടുക്കുക, അത് പഠിക്കുക, അതിനകത്ത് തന്നെ ഇടുക. തിരിച്ചു വരുമ്പോൾ വേറെ ഒരെണ്ണം എടുക്കുക, നമുക്ക് കുലുക്കി എടുത്താൽ മതി. അങ്ങനെ അങ്ങനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റോട് കൂടിയൊക്കെ ഇതൊക്കെ പഠിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് പഠിക്കുന്നതിൽ ഇത് ഇൻട്രസ്റ്റോട് ഇഷ്ടത്തോടു കൂടി പഠിച്ചാലേ OB ഒക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ മാത്രമേ അവർ പഠിക്കുള്ളൂ. അത് എന്തിനാണേലും, ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴാണേലും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് പഠിക്കും, ഇല്ലാത്തത് അവർ നോക്കത്തില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഒരേ ഇഷ്ടത്തോടു കൂടിയൊന്നും പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാല് നിങ്ങളൊരു പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ അല്ലെ. നമുക്കിപ്പം ഏറ്റവും ആദ്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിൽ നിന്ന് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് പോവില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളെയും പഠിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട് തുടങ്ങുക കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. OB ഒക്കെ എല്ലാരും, ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊന്നൊക്കെ നമ്മൾ ചില സംസാരിക്കുമ്പോൾ OB-യോ, അയ്യോ OB, അയ്യോ അത് പാടാണല്ലോ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. മറ്റ് സബ്ജക്ട് പഠിക്കുന്ന അത്ര കോംപ്ലിക്കേറ്റഡേ അല്ല OB ഗൈനി എന്ന് പറയുന്നത്. പഠിക്കാൻ സിമ്പിൾ ആണ്. പാടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോട്ടറി മെത്തേഡിലോ എന്തെങ്കിലും മെത്തേഡുകളിലൊക്കെ അല്ലെങ്കിൽ പാട്ടായിട്ടോ ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ക്യൂ വെച്ചൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാല് ഈ ക്യൂ ഓർത്തിരിക്കണം. ഇല്ലെങ്കിൽ എന്നാ പറ്റും? എക്സാം ഹാളിൽ പോയി കഴിയുമ്പം പാട്ടും ക്യൂവും ഒന്നും കാണത്തില്ല, എല്ലാം കൂടെ ഒരു പുകയായിട്ട് പോകും. അതുകൊണ്ട് അത് ഓർത്തു വെക്കാനായിട്ട് ആദ്യം ക്യൂ ഉണ്ടാക്കുന്നവർ ക്യൂ ഓർത്തു വെക്കണം. അല്ലെങ്കിൽ ക്യൂസ് ഒക്കെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോകും കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ഇഷ്ടത്തിന് പഠിച്ചോ. നമ്മുടെ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റേഴ്സ് ഓഫ് ദി ഫീറ്റൽ സ്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിയേ. നമ്മൾ ഇതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക്. സബ് എന്ന് കേട്ടാൽ നിങ്ങൾ എപ്പോഴും ഓർത്തണം ആ ഒരു പോയിന്റിന്റെ താഴെ കേട്ടോ. സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളോട് ഓക്സിപിറ്റൽ എമിനൻസ് എന്താന്ന് പറഞ്ഞിരുന്നില്ലേ? നമ്മുടെ ഇതിന്റെ ബാക്കിലുള്ളത് ഈ ഒരു ബൾജ് കണ്ടില്ലേ? ഇതാണ് ഓക്സിപിറ്റൽ എമിനൻസ്. ഇതിന് തൊട്ട് താഴെ, അതായത് നെയ്പ് ഓഫ് ദി നെക്ക് തൊട്ട് ബ്രഗ്മാറ്റിക് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ആന്റീരിയർ ഫോണ്ടിനയുടെ സെന്റർ വരെയാണ്. ഓക്കെ, ബ്രഗ്മാറ്റിക്. അപ്പൊ സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് വരും.
മനസ്സിലായോ? ബ്രഗ്മയുടെ സെന്റർ. അപ്പൊ സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ എന്ന് പറഞ്ഞതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ എൻഗേജിംഗ് ഡയമീറ്റർ ആണ്. സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ 9.5 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, 9.5 സെന്റിമീറ്റേഴ്സ്. ഈ പിക്ചർ നോക്കിയാൽ ബ്ലാക്ക് കളറിൽ കൊടുത്തേക്കുന്നത് കണ്ടോ? നമ്മുടെ ഓക്സിപിറ്റലിന്റെ താഴെ തൊട്ട് ബ്രഗ്മയുടെ സെന്റർ വരെ, ദാറ്റ് ഇസ് സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് 9.5 സെന്റിമീറ്റർ. അടുത്ത നോക്കിയേ സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ. സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ എന്ന് പറയുമ്പോൾ എവിടെ വരെയായിരിക്കും? സബ് ഓക്സിപിറ്റൽ റീജിയൻ തൊട്ട്, അതായത് നേപ്പ് ഓഫ് ദി നെക്ക് തൊട്ട് ഫ്രോണ്ടൽ, അതായത് നമ്മുടെ ഫ്രോണ്ടൽ എമിനൻസിനൊക്കെ സെന്റർ വരെ വരും കേട്ടോ. സെന്റർ പോർഷൻ നമ്മുടെ ഈ രണ്ട് ബോണില്ലേ, ഈ ഉന്തി നിൽക്കുന്നതിന്റെ സെന്റർ വരെ, നമുക്ക് ബ്രോയുടെ അല്ലെങ്കിൽ സിൻസിപ്പിഡിന്റെ സെന്റർ വരെ എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ, ദാറ്റ്സ് അബൌട്ട് 10 സെന്റിമീറ്റർ. ഇച്ചിരും കൂടെ കൂടി അല്ലെ, 0.5 കൂടെ കൂടി. ഇനി ഓക്സിപിറ്റോ ഫ്രോണ്ടൽ എന്തായിരിക്കും? ഫ്രം ദ ഓക്സിപിറ്റൽ എമിനൻസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. പിക്ചറിലേക്ക് നോക്കിയേ, ഓക്സിപിറ്റൽ എമിനൻസ് ടു ഗ്ലബൽ റൂഫ് ഓഫ് ദി നോസ് വരെയാണ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ പറയുന്നത്. കണ്ടോ ഈ പിക്ചർ നിങ്ങളെ കളറും ഈ ആരോ ഇതും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന കളറാണ് അകത്ത് ആ ഡിനോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഓക്സിപിറ്റോ ഫ്രോണ്ടൽ എന്ന് പറയുമ്പോൾ ഓക്സിപിറ്റൽ ടു നെയ്പ് ഓഫ് നമ്മുടെ ഗ്ലബല്ല വരെയാണ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ പറയുന്നത് 11.5 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ സബ് ബാക്കി നമ്മൾ പറയുമ്പോൾ സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് 9.5, പിന്നെ സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ 10, ഓക്സിപിറ്റോ ഫ്രോണ്ടൽ 11.5 അല്ലെ. 9.5, 10, 11.5. അടുത്ത നോക്കിയേ, ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കേ, മെന്റം ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. സബ് മെന്റോ ബ്രഗ്മാറ്റിക്. സബ് മെന്റം, മെന്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിഹ്ന അല്ലെ, താടി. ഇപ്പൊ സബ് മെന്റോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്ലോർ ഓഫ് ദി മൗത്ത്, ഇവിടം തൊട്ട് നമ്മുടെ ബ്രഗ്മ വരെ. സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക്, സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് കണ്ടല്ലോ. ഇത് നോക്കി, ഈ പിക്ചറിൽ നമ്മൾ വയലറ്റ് കളറിൽ കൊടുത്തേക്ക്, നമ്മൾ ഫ്ലോർ ഓഫ് ദി മൗത്ത് തൊട്ട് മോളില് ബ്രഗ്മയുടെ സെന്റർ വരെ, ആന്റീരിയർ ഫോർഡലിന്റെ സെന്റർ വരെ, ദാറ്റ് ഇസ് അബൌട്ട് 9.5 സെന്റിമീറ്റേഴ്സ്. Then next is mentovertical, repeated exam question. The largest diameter of the fetal skull എന്ന് പറയുന്നത് mentovertical ആണ്. That's about 14 centimeters ആണ് കേട്ടോ. നമ്മൾ ശരിക്കും പഠിച്ചിരിക്കുന്നത് ഇതിൽ 13.5 ആണ് കൊടുത്തിരിക്കുന്നത്. എക്സാം ക്വസ്റ്റ്യൻ ചിലത് അങ്ങനെയും കണ്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കണം, mentovertical is 13.5 to 14 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. mentovertical എന്ന് പറയുമ്പോൾ എന്താണ്? മെന്റം തൊട്ട്, മെന്റം എന്ന് പറഞ്ഞാൽ ചിന്നിന്റെ സെന്റർ പോർഷൻ തൊട്ട് നമ്മുടെ വെർട്ടെക്സ് ഹയസ്റ്റ് പോയിന്റ് ഉണ്ട് ഫീറ്റൽ ഹെഡ് വരെയുള്ള പോർഷൻ ആണ് mentovertical. അത് എത്ര വരും? 13.5 അല്ലെങ്കിൽ 14 സെന്റിമീറ്റേഴ്സ്. രണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ mentovertical എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോർ ഓഫ് ദി മൗത്ത് തൊട്ടിട്ട് വെർട്ടെക്സ് ഹയസ്റ്റ് പോയിന്റ് വരെ ഉള്ളതാണ് mentovertical, 11.5 സെന്റിമീറ്റേഴ്സ്. ഇത്രയാണ് നമ്മുടെ എന്ത് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് 9.5, സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ 10 സെന്റിമീറ്റേഴ്സ്, ഓക്സിപിറ്റോ ഫ്രോണ്ടൽ 11.5 സെന്റിമീറ്റേഴ്സ്, സബ് മെന്റോ ബ്രഗ്മാറ്റിക് 9.5 centimeters, mentovertical 13.5 or 14 centimeters, and submentovertical 11.5 centimeters. വളരെ സിമ്പിൾ അല്ലേ പഠിക്കാൻ? റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചാൽ ഓർത്തിരിക്കും കേട്ടോ. അതാണ് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റേഴ്സ്. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. Sub occipito, spelling mistake ഉണ്ട്. Sub occipito brachmatic extend from the nape of the neck to the center of the brachma 9.5 centimeters. Sub occipito frontal extend from the nape of the neck to the anterior end of the anterior fontanelle or center of the sinciput 10 to 10.5 centimeters. Occipito frontal extend from the occipital eminence to the roof of the nose or glabella 11.5 centimeters. Mentovertical നമ്മൾ പറഞ്ഞു largest diameter ആണ് mentovertical എന്ന് പറയുന്നത്. Submentovertical 11.5 and submentobrachmatic 9.5 centimeters. ഇത്രയാണ് ആൻഡ്രോപോസ്റ്റീരിയർ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേന് ഡയമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ട്രാൻസ്വേഴ്സ് ഡയമീറ്റേഴ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഡയമീറ്റേഴ്സും കംപ്ലീറ്റ് ആകും. എന്ത് കുഞ്ഞു കുഞ്ഞു ടോപ്പിക് അല്ല, ഇതൊക്കെ പഠിക്കാൻ എത്ര സമയം വേണം? ട്രാൻസ്വേഴ്സ് ഡയമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സൈഡ് ആണ് നോക്കുന്നത്. നമ്മൾ സ്കള്ളിന്റെ രണ്ട് സൈഡ് ഈ ട്രാൻസ്വേഴ്സിലെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ പരേറ്റൽ എമിനൻസ് നിങ്ങൾ കണ്ടില്ലേ? രണ്ട് സൈഡിൽ പരേറ്റൽ എമിനൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഒരു സൈഡിലെ പരേറ്റൽ എമിനൻസ് തൊട്ട് മറു സൈഡിലെ പരേറ്റൽ എമിനൻസ് വരെ നമ്മൾ ഒരു ലൈൻ വരച്ചാൽ നമുക്കൊരു സെന്റിമീറ്ററിൽ കിട്ടൂലേ? അതാണ് എന്ത്? ബൈ പരേറ്റൽ ഡയമീറ്റർ. എന്താ ബൈ പരേറ്റൽ ഡയമീറ്റർ? ഫ്രം വൺ പരേറ്റൽ എമിനൻസ് ടു ഓപ്പോസിറ്റ് സൈഡിലെ പരേറ്റൽ എമിനൻസ് വരെയുള്ള ഡയമീറ്റർ ലെങ്ത് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈ പരേറ്റൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ബൈ ടെമ്പറൽ ഡയമീറ്റർ ഉണ്ട്. എന്തായിരിക്കും ബൈ ടെമ്പറൽ ഡയമീറ്റർ? സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കണം. ബൈ ടെമ്പറൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊറോണൽ സ്യൂച്ചർ വന്നിട്ട് എൻഡ് ചെയ്യുന്ന ടിപ്പില്ലേ, കൊറോണൽ സ്യൂച്ചർ, അത് രണ്ട് സൈഡിൽ നിങ്ങൾ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡയമീറ്റർ കിട്ടും. അതാണ് ബൈ ടെമ്പറൽ
ഡയമീറ്റർ. പിന്നെ ബൈ മാസ്റ്റോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിറ്റ്വീൻ ടു മാസ്റ്റോയിഡ് പ്രോസസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബൈ മാസ്റ്റോയിഡ് ഡയമീറ്റർ. ഇത് കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ട്, സൂപ്പർ സെപ്പറേറ്റൽ ഡയമീറ്റർ. ഈ പിക്ചറിനകത്ത് നിങ്ങൾ ഈ ആരോ ഇട്ട് കൊടുത്തിട്ടില്ലേ, അതാണ് സൂപ്പർ സെപ്പറേറ്റൽ. അതെന്താന്ന് ചോദിച്ചാലും ഒരു സൈഡിലെ പരേറ്റൽ എമിനൻസിന്റെ ജസ്റ്റ് മോള് ഭാഗം തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലെ പരേറ്റൽ എമിനൻസിന്റെ ജസ്റ്റ് താഴെ ഭാഗം വരെ, ജസ്റ്റ് താഴെ ഒരു ഡയമീറ്റർ എടുക്കുന്നു. അതാണ് എന്ത്? സൂപ്പർ സെപ്പറേറ്റൽ ഡയമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും ഡയമീറ്റേഴ്സ് ആണ് നമുക്ക് ട്രാൻസ്വേഴ്സ് ഡയമീറ്റേഴ്സിനകത്ത് ഉള്ളത്. So first, by mastoid diameter, it's a distance between the tip of the mastoid processes, 7.5 centimeters. Then by temporal diameter, it's a distance between the antero-inferior end of the coronal suture. Antero-inferior എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, ടിപ്പ്. അതാണ് ബൈ ടെമ്പറൽ, that is about 8 centimeters. Then super separatal എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡിലെ പരേറ്റൽ എമിനൻസിന് മോൾ ഭാഗം തൊട്ട് ഓപ്പോസിറ്റ് സൈഡിന്റെ പരേറ്റൽ എമിനൻസിന്റെ താഴെ ഭാഗം വരെയുള്ള ഡയമീറ്റർ ആണ് സൂപ്പർ സെപ്പറേറ്റൽ ഡയമീറ്റർ, 8.5 centimeters. ആൻഡ് ബൈ പരേറ്റൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ടു പരേറ്റൽ എമിനൻസസ്. അത് എത്രയാണ് നമുക്ക് വരിക? 9.5 centimeters കേട്ടോ. ബൈ പരേറ്റൽ ഡയമീറ്റർ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സബ്ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സബ്മെന്റോ ബ്രഗ്മാറ്റിക്, മെന്റോ വെർട്ടിക്കൽ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഡയമീറ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് കുഞ്ഞു ടോപ്പിക് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയറി പാർട്ട് കംപ്ലീറ്റ് ആണ്. ഫസ്റ്റ് ഇസ് അബൌട്ട് മോൾഡിംഗ്. എന്താണ് മോൾഡിംഗ് എന്ന് പറയുന്നത്? മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് ദ ബർത്ത് പ്രോസസ്, ലേബർ പ്രോസസ് നടക്കുമ്പോൾ നമുക്ക് പല മെക്കാനിസംസ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ നിങ്ങൾ പണ്ട് കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. അവസാനം പറയും എന്താണ്? ബേബി ഈസ് ഡെലിവേർഡ് ബൈ ലാറ്ററൽ ഫ്ലെക്ഷൻ എന്ന് മാത്രം പറയും. തുടങ്ങുന്നതും തീരുന്നതും മാത്രം നമുക്കറിയാം അല്ലെ. ഇതിനിടയിലൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് പണ്ട് അല്ലെ, അത് എത്ര പേർക്ക് അറിയാവുന്നതൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ പറയും, അതുവഴി ഇതുവഴി വന്നു, ഇന്റേണൽ റൊട്ടേഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷൻ, അത് ഇത്. അവസാനം നമ്മൾ പറയും ഹെഡ് ഡെലിവർ ചെയ്തു, എക്സ്റ്റൻഷൻ, ബോഡി ഡെലിവർ ചെയ്തു, ലാറ്ററൽ ഫ്ലെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തും. എന്ത് ചോദിച്ചാലും നമ്മൾ എന്തൊക്കെയോ പറയും. അറിയാവുന്നവരൊക്കെ കാണും കേട്ടോ, ഞാൻ തമാശ പറഞ്ഞതാണേ. മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബർത്ത് പ്രോസസ്സിൽ ബേബി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കുഞ്ഞിന്റെ തല ഉരുണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് ഇറങ്ങി വരാൻ പാടാണ്. അപ്പൊ ഈ ഫോർകമിങ് ഹെഡ്, താഴേക്ക് വരുന്ന ഹെഡിന്റെ പോർഷൻ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ജസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്തിട്ടാണ് ഇറങ്ങി വരുന്നത്. കംപ്രസ് ചെയ്ത് ഇടിഞ്ഞ് ഞുറുങ്ങുമെന്നല്ല അർത്ഥം. സ്യൂച്ചേഴ്സ് ഒക്കെ ആ ഗ്യാപ്പിൽ ഇരിക്കുകയല്ലേ, സ്യൂച്ചേഴ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ആ ഡയമീറ്റർ കുറച്ചാണ് കുഞ്ഞ് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ ഫോർകമിങ് ഹെഡിനുണ്ടാകുന്ന ഷേപ്പിന്റെ ആൾട്ടറേഷൻ നമ്മൾ പറയുന്ന പേരാണ് മോൾഡിംഗ്. കണ്ടോ? ഇത് കണ്ടില്ലേ, ഈ കുഞ്ഞ് കണ്ടില്ലേ എങ്ങനെയായിരുന്നു ഇറങ്ങി വരുന്നത്? കണ്ടോ? അതിന്റെ ഹെഡ് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ഉന്തി പതുക്കെ ഇറങ്ങി വരും. മോൾഡ് ചെയ്ത് വരുമ്പോഴത്തേ നമ്മൾ കാണത്തില്ലേ, കുഞ്ഞു പിള്ളേർ തല നമ്മളെ പോലെ ഉരുണ്ടൊന്നും അല്ല ഇരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ഉന്തിയിരിക്കും അല്ലെ. നമ്മൾ അതിനെ ക്യാപുട്ട് എന്നൊക്കെ പറയും. ക്യാപുട്ട് അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് സ്വന്തമായിട്ട് തന്നെ കറക്റ്റ് ആയിക്കോളും. ഒരു 24 hour കൊണ്ട് അത് കറക്റ്റ് ആയിട്ട് വന്നു. സോ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ആൾട്ടറേഷൻ ഓഫ് ദ forthcoming head of the fetus while passing through the resistant birth passage during labor is molding. അല്ലെ, മോൾഡിംഗ് എന്ന് നമ്മൾ പറയും. മോൾഡിങ്ങിന് ഇമ്പോർട്ടൻസ് എന്താണ്? ഈസി ആയിട്ട് ഹെഡ് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബേബിയുടെ പൊസിഷൻ, ഹെഡിന്റെ പൊസിഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് മോൾഡിങ് വെച്ച് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. ഇനി ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിഗ്രീസ് ഓഫ് മോൾഡിംഗ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫസ്റ്റ് പിക്ചറിലേക്ക് നോക്കിക്കേ, ഇത് കണ്ടോ? സജൈറ്റൽ സ്യൂച്ചർ ആണ് സെന്ററിൽ കൊടുത്തിരിക്കുന്നത്, പരേറ്റൽ ബോൺ ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് പരേറ്റൽ ബോണിനും ഇടയിൽ സജൈറ്റൽ സ്യൂച്ചർ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെന്ത് ചെയ്തിട്ടില്ല? അടുത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ അപ്പോസ് ചെയ്തിട്ടില്ല. പരേറ്റൽ ബോൺസ് ആർ നോട്ട് അപ്പോസ്ഡ്. നമ്മൾ അതിനെന്തെന്ന് പറയും? മോൾഡിംഗ് ഇല്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. അത് നമ്മൾ നോ മോൾഡിംഗ് അല്ലെങ്കിൽ 0 ഗ്രേഡ് ആണ് എന്ത് വരുന്നത് കേട്ടോ. അടുത്തത് നോക്കിക്കേ, ഈ പരേറ്റൽ ബോൺസ് ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യുന്നു. എന്നാ ഒന്നിന്റെ മുകളിൽ ഒന്ന് കയറിയിരിപ്പുണ്ടോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ എന്തെന്ന് പറയും? +1 മോൾഡിംഗ് എന്ന് പറയും. എക്സാം ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചു വെക്കണേ. പരേറ്റൽ ബോൺസ് ആർ ടച്ചിങ് ബട്ട് നോട്ട് ഓവർലാപ്പിംഗ്. +2 നോക്കിക്കേ എങ്ങനെയാന്ന്? ഒന്നിന്റെ മുകളിൽ കയറി കണ്ടോ? പരേറ്റൽ ബോൺ ഒരെണ്ണത്തിന്റെ മുകളിലേക്ക് മറ്റേത് സ്ലൈഡ് ചെയ്ത് കയറി, അത് മോൾഡിങ് നടക്കുമ്പോൾ വരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യും? ഈസി ആയിട്ട് അത് തിരിച്ച് അതിന്റെ യഥാസ്ഥാനത്ത് തന്നെ അതിനെത്താൻ സാധിക്കുന്നുണ്ട്. അതാണ് +2 മോൾഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ +3 മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിപ്പോയി. എന്ത് സംഭവിച്ചു? പരേറ്റൽ ബോണ് ഓവർലാപ്പ് ചെയ്ത് കയറിപ്പോയി, പക്ഷെ അത് നേരെ തിരിച്ചിറങ്ങുന്നില്ല. അപ്പൊ അത് പ്രോബ്ലം ആണല്ലേ, അവിടെ ഇഷ്യൂസ് സംഭവിച്ചു. അപ്പം +3 ഡിഗ്രി ഒന്നും ആകാൻ പാടില്ല. നമുക്ക് +1ഉം +2 ഒക്കെ വരെയാണെങ്കിൽ ഓക്കെ ആണ്. +3യിലേക്കൊന്നും മോൾഡിംഗ് അത്ര പോകാൻ പാടില്ല. ഇത്രയാണ് നമ്മൾ മോൾഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് മോൾഡിങ്,
എന്താണ് അതിന് ഇമ്പോർട്ടൻസ്, ഏതൊക്കെ ഡിഗ്രീസ് ഉണ്ട്, ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ +1, +2, +3. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി ഡിസ്കസ് ചെയ്യണം. വാട്ട് ഇസ് കാപ്പുട്ട് സക്സിഡീനിയം ആൻഡ് വാട്ട് ഇസ് സെഫാൽ ഹെമറ്റോമ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. കാപ്പുട്ട് സക്സിഡീനിയം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ബേബി ആ റെസിസ്റ്റന്റ് ബർത്ത് പാസേജിൽ കൂടെ ഇറങ്ങി വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, നമ്മൾ പെൽവിസിലെ ബോൺസിലൊക്കെ ഒന്ന് ടച്ച് ചെയ്തൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പൊ നമുക്ക് യൂഷ്വലി നോർമലായിട്ട് കുട്ടികളുടെ പെരിയോസ്റ്റിയം, ഇതാണ് നമ്മൾ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ടോ പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഔട്ടർ കവറിംഗ് ആണ് സ്കൾ ബോൺസിന്റെ. ആ പെരിയോസ്റ്റിയത്തിന് വെളിയിലായിട്ട് നോക്കണം. ബ്രെയിൻ ടിഷ്യൂസിന് ഒരു പ്രോബ്ലം ഇല്ല, ബോൺസിന് ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ എന്താണ്, ജസ്റ്റ് ഫ്ലൂയിഡ് മാത്രം അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നു. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് കാപ്പുട്ട് സക്സിഡീനിയം. കാപ്പുട്ട് സക്സിഡീനിയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്, സ്റ്റാഗ്നേഷൻ ഓഫ് ദി, എന്താണ് സ്റ്റാഗ്നേഷൻ ഓഫ് ദി ഫ്ലൂയിഡ് ഇൻ ദ ലെയേഴ്സ് ഓഫ് ദ സ്കാൽപ്പ് എബവ് ദ പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയത്തിന് ഉള്ളിലേക്ക് ബോൺസിലേക്ക് ഒന്നും കടന്നിട്ടില്ല, ജസ്റ്റ് ഫ്ലൂയിഡ് മാത്രം അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് കാപ്പുട്ട് സക്സിഡീനിയം. കേട്ടോ, അത് എന്ത് ചെയ്യും, അത് അറ്റ് ബർത്ത് തന്നെ ഉണ്ടാവും, കാണാൻ പറ്റും നമുക്കിത്. ഒരു 24 to 48 hours കഴിയുമ്പോഴത്തേന് അത് ഫ്ലൂയിഡ് ഒക്കെ അബ്സോർബ് ചെയ്തെടുത്ത് അത് നോർമൽ സൈസും ഷേപ്പിലേക്കും വന്നോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ കാപ്പുട്ട് ഫോം ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ ലൈൻസ് ഒന്നും അവർ നോക്കത്തില്ല. ആ ഒരു സ്ട്രെസ് വന്ന എല്ലാ ഭാഗത്തും ഫ്യൂച്ചർ ലൈൻ ക്രോസ് ചെയ്തു നമുക്ക് ഈ ഫ്ലൂയിഡ് അക്യുമുലേഷൻ കാണാനായിട്ട് പറ്റും. അപ്പൊ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പൊ സ്വെല്ലിംഗ് ഫ്യൂച്ചർ ലൈൻ ക്രോസ് ചെയ്യും എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അതാണ് കാപ്പുട്ട് സക്സിഡീനിയം. എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിയേ, നമ്മുടെ പെരിയോസ്റ്റി ഇപ്പൊ എവിടെ ഇരിക്കുന്നത് നോക്കിക്കേ, സ്കാൽപ്പിന്റെ ലെയേഴ്സ്. പെരിയോസ്റ്റിയത്തിന് അകത്തായിട്ട് സ്കൾ ബോൺ, ക്രേനിയത്തിന് തൊട്ടും മുകളിലായിട്ട് പെരിയോസ്റ്റിയത്തിന് അകത്തായിട്ട് ഇവിടെ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുകയാണ് അല്ലെ. ഇതിന് കാരണം എന്തായിരിക്കും, എന്തെങ്കിലും ചെറിയ ഒരു വെയിൻ ഇഞ്ചുറീസ് ഒക്കെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൾ ബോൺസിന് എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ പോയി ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അത് എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അവിടെ മാത്രമേ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കത്തുള്ളൂ. ഫ്യൂച്ചർ ലൈൻ ഒന്നും ക്രോസ് ചെയ്തൊന്നും പോകത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് സെഫാൽ ഹെമറ്റോമ. സെഫാൽ ഹെമറ്റോമ അത് അബ്നോർമൽ കണ്ടീഷൻ ആണ്, അത് നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ കളക്ഷൻ ഓഫ് ദി ബ്ലഡ് ഇൻ ബിറ്റ്വീൻ പെരിക്രേനിയൽ ആൻഡ് ഫ്ലാറ്റ് ബോൺസ് ഓഫ് ദ സ്കൾ ഡ്യൂ ടു റപ്ചർ ഓഫ് ദി സ്മോൾ വെയിൻ. പെരിയോസ്റ്റിയത്തിന് താഴെയാണെന്ന് ഓർത്ത് വെക്കണം. ദാറ്റ് ഇസ് സെഫാൽ ഹെമറ്റോമ. അത് പ്രസന്റ് അറ്റ് ബർത്ത് ആയിരിക്കില്ല, അത് കുറച്ച് സമയം എടുത്തേ അപ്പിയർ ചെയ്യത്തുള്ളൂ. യൂഷ്വലി അപ്പിയർ 2 to 3 days ആഫ്റ്റർ ബർത്ത് ആൻഡ് cannot cross the placenta and takes about 6 weeks to ഡിസപ്പിയർ. അതിന്റെ ഡിഗ്രി അനുസരിച്ചാണ് അതിന്റെ മാനേജ്മെന്റ് വരുന്നത് കേട്ടോ. സെഫാൽ ഹെമറ്റോമ. അപ്പൊ നമുക്ക് കാപ്പുട്ട് സക്സിഡീനിയം ഉണ്ട്, സെഫാൽ ഹെമറ്റോമ ഉണ്ട്. ഇതിന് ക്ലിയർ ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയുമാണ് ഈ സ്കളിനെ കുറിച്ച് പഠിക്കാനുള്ളത് അല്ലെ. പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടായോ എന്നൊരു ഡൗട്ട്. പക്ഷെ ഇത്രയും വേണ്ടേ, നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇത്രയും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇതിനകത്ത് ഒരു പോയിന്റ് പോലും നിങ്ങൾ മിസ്സാക്കാതെ നോട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു പഠിച്ചോണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫീറ്റൽ സ്കളിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മുടെ സ്കൾ ബോൺസ്, സ്യൂച്ചേഴ്സ്, ദെൻ ഫോണ്ടനെയിൽസ്, പാർട്സ് ഓർ ഡിവിഷൻ, ഡയമീറ്റേഴ്സ്, പിന്നെന്താണ് മോൾഡിങ്ങും നമ്മുടെ കാപ്പുട്ടും സെഫാൽ ഹെമറ്റോമയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ തലയിൽ നിന്ന് കിട്ടുന്ന എക്സാം പോയിന്റ്സ് അല്ലെ. ഇനി നമുക്ക് പെൽവിസ് പഠിക്കാനുണ്ട്. ഇത് പഠിക്കട്ടെ, ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് എല്ലാവരും പഠിക്കുക, നല്ല തറവ് നോളജ് ഉണ്ടാക്കി വെക്കാം. ഇനി ഇതിനകത്തുനിന്ന് എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വേണേലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവാണ്. നോക്കാം നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്നുണ്ടോന്ന്. The suture that separates the occipital bone and the two parietal bone. Lambdoid suture, frontal, coronal, sagittal. Occipital ബോണിനും parietal ബോണിനും ഇടയിലുള്ള suture ഏതാണ്? Lambdoid suture. No doubt അല്ലെ, lambdoid suture. അപ്പം ഓർത്തോണം, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് suture വേണേലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ. പഠിക്കുന്നവരെ അങ്ങനെ പഠിക്കണ്ടേ. ഏതായാലും ഒരു ക്വസ്റ്റ്യന് നമ്മൾ സ്റ്റക്ക് ചെയ്യുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനകത്ത് 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. ലാംഡോയിഡ് സ്യൂച്ചർ, ഫ്രോണ്ടൽ സ്യൂച്ചർ പഠിച്ചോളുക, കൊറോണൽ, സജൈറ്റൽ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ കിട്ടി. നെക്സ്റ്റ് എന്താണ്? ഇൻ ഹ്യൂമൻ ഫീറ്റൽ സ്കൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ബ്രഗ്മ ടു ദ നെയ്പ് ഓഫ് ദ നെക്ക്. നെയ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക് ആണ്. നെയ്പ് ഓഫ് ദ നെക്ക് വരെയുള്ള ഡയമീറ്ററിന് നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ എന്താ പറഞ്ഞത്? നെയ്പ് ഓഫ് ദി നെക്ക് അല്ലെങ്കിൽ സബ് ഓക്സിപിറ്റൽ റീജിയൻ അല്ലെ. സബ് ഓക്സിപിറ്റൽ റീജിയൻ ടു ദ ബ്രഗ്മ വരെ ഏതാ വരുന്നത്? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക്. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യനാ അല്ലെ. അങ്ങനെ ഓരോന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനെ വേണേ ചോദിക്കാം, അല്ലെങ്കിൽ ഡയമീറ്റർ ഡയറക്റ്റ് ചോദിക്കാം. സോ ഇതിന് ആൻസർ എന്ത് വരും? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക്. ഫ്ലോർ ഓഫ് ദി മൗത്ത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോണം, അത് സബ് മെന്റോ കൂട്ടി നിങ്ങൾ പറയണം. സബ് മെന്റോ കേട്ടോ.
Then submental vertical diameter measures about 14 centimeters. അത് കേട്ടുമ്പോഴേ നിങ്ങൾ ഓർത്തോണം ഇതിൽ ഏത് ഡയമീറ്റർ വേണേലും ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ. ചോദിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം പഠിച്ചു വെക്കണം. 14 centimeters. അടുത്ത കണ്ടോ, നോർമൽ ബൈപ്പറൈറ്റൽ ഡയമീറ്റർ എത്രയാണ്? 9.5 centimeters. എൻഗേജിംഗ് ഡയമീറ്റർ ഓഫ് വെർട്ടെക്സ് പ്രസന്റേഷൻ. നമ്മൾ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ലൈറ്റനിങ് നടക്കുന്നത് 38 വീക്സ് ആണ് യൂഷ്വലി നടക്കുന്നത് കേട്ടോ. 36 to 38 നമ്മൾ പറയും. 38 വീക്ക് ആണ് ലൈറ്റനിങ് വീക്ക് എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞു താഴേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എൻഗേജ് ചെയ്ത് വരുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് സബോക്സിപിറ്റോ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ 9.5 ആണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക, സബോക്സിപിറ്റോ ബ്രഗ്മാറ്റിക്. അടുത്ത എന്താണ്? ദ സ്യൂച്ചർ ദാറ്റ് സെപ്പറേറ്റ്സ് parietal bone from the tubular portion of the occipital bone is called. ഒന്നും ചിന്തിക്കാനില്ല. സ്യൂച്ചർ ആണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? പരേറ്റലും ഓക്സിപിറ്റലും ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ലാംബോയിഡ് സ്യൂച്ചർ. എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. അടുത്ത എന്താണ്? വാട്ട് ഈസ് ഫൗണ്ട് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദി ഫ്രോണ്ടൽ, കൊറോണൽ ആൻഡ് സജൈറ്റൽ സ്യൂച്ചർ. ഫ്രോണ്ടൽ സ്യൂച്ചറിനും കൊറോണൽ സ്യൂച്ചറിനും സജൈറ്റൽ സ്യൂച്ചറിനും ഇടയിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? എന്താണ് കാണുന്നത്? നമ്മൾ കാണുന്ന ആന്റീരിയർ ഫോണ്ടനലെ, അല്ലെങ്കിൽ പേരെന്താണ്? ബ്രഗ്മ. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ആന്റീരിയർ ഫോണ്ടനലെ? എന്താണ് ആന്റീരിയർ ഫോർണലയുടെ ഷേപ്പ്? ഡയമണ്ട് ഷേപ്പ്. അപ്പോഴേ ഓർത്തോണം, നമുക്ക് പോസ്റ്റീരിയർ ഫോർണലയുടെ ഷേപ്പ് അതുപോലെ തന്നെ ചോദിക്കാം. എന്താണ് ഷേപ്പ്? ട്രയാങ്കുലർ ഷേപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ നെയിം ഗിവൻ ടു ദ ആൾട്രേഷൻ ഓഫ് ദി ഷേപ്പ് ഓഫ് ദി കമ്മിങ് ഹെഡ് ഓഫ് ദ ഫീറ്റസ് വൈൽ പാസിംഗ് ത്രൂ ദ റെസിസ്റ്റൻസ് ബർത്ത് പാസേജ് ഡ്യൂറിംഗ് ബർത്ത്? എന്താണ് അതിന് പറയുന്ന പേര്? മോൾഡിംഗ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? ക്യാപ്പും മോൾഡിംഗ് കാണുമ്പോഴേ ക്യാപ്പിട്ട് ഓർത്ത് വെക്കണം. സ്റ്റേഷൻ, പ്രസന്റേഷൻ ഒക്കെ ഓർത്ത് വെച്ച് പഠിക്കാം. Next question, which suture is palpated during pervaginal examination? ഞാൻ ഓൾറെഡി പറഞ്ഞു, pervaginal examination നമുക്ക് കിട്ടുന്ന suture എന്താണ്? സജൈറ്റൽ suture എക്സാം ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ, 19 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കാം അല്ലെ? ഓരോ ഫ്യൂച്ചറും ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ഓരോ ഡയമീറ്റേഴ്സും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫീറ്റൽ സ്കൾ ഈസ് കംപ്ലീറ്റഡ്. വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ, വളരെ ക്യൂട്ട് ആയിട്ടുള്ള ടോപ്പിക്. ഡയമീറ്റേഴ്സ് ഒന്ന് പഠിക്കണം, അതിനെ ചീത്ത ഒന്ന് വിളിക്കല്ലേ, ഡയമീറ്റർ പഠിച്ചേ പറ്റുള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പെൽവിസ് പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയമീറ്റേഴ്സ് ഒക്കെ ഓർത്ത് വെച്ച് പഠിച്ചു വെച്ചാൽ മാർക്ക് പോകാതെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പൊ ടയേർഡ് ആവരുത്, കേട്ടിട്ടും കണ്ടിട്ടും ഒന്നും ടയേർഡ് ആവാതെ സക്സസ് എത്തുമ്പോൾ നിർത്തുക. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, അതുവരെ നിങ്ങൾ പോണം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. അതിനുള്ള കപ്പാസിറ്റി, മൈൻഡ് കപ്പാസിറ്റി തരട്ടെ. കാരണം പലർക്കും പ്രശ്നം ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര ഊർജമാണ് അല്ലെ? അയ്യോ ചത്ത് കിടന്ന് പഠിക്കും. എവിടെയാണെങ്കിലും അങ്ങനെയാണ്. അയ്യോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അയ്യോ അതെ പഠിച്ചു അതിന്റെ കോർ കൺസെപ്റ്റ് എത്തുമ്പോഴത്തേനും അവരെന്ത് ചെയ്യും? ഡെസ്പായിട്ട് കിടക്കും. അയ്യോ എനിക്ക് വയ്യ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? പതുക്കെ ആണെങ്കിലും ആദ്യം പഠിക്കും, ത്രൂ ഔട്ട് പഠിക്കും, ലാസ്റ്റ് വരെ അവരെ കൊണ്ട് എത്തിക്കും. അങ്ങനെയുള്ളവർക്കേ വിജയം ഉണ്ടാവത്തുള്ളൂ കേട്ടോ. എഴഞ്ഞെഴഞ്ഞാണെങ്കിൽ, ആമയെ പോലെ ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം പ്രധാനമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിർത്തി പോവരുത്, മടുക്കരുത്, നന്നായിട്ട് പഠിക്കുക കേട്ടോ. കോമ്പറ്റീറ്റീവ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ചോദിക്കുള്ളൂ. എയിംസ് എക്സാം ആണെങ്കിലും ESIC ആണെങ്കിലും നമ്മുടെ കേരള ഗവൺമെന്റ് എക്സാംസ്, ഏത് എക്സാം ആണെങ്കിലും നമ്മുടെ സിലബസ്, നമ്മുടെ നഴ്സിംഗിനുള്ളിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ അല്ലെ? നമ്മൾ മറ്റു പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, ഇപ്പൊ റെനൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേരള എക്സാമിനകത്ത്. റെനൈസൻസ്, GK അതൊക്കെ വരുമ്പോൾ കുറച്ച് വേഗമായിട്ടുള്ള ഐഡിയേഷൻ ഉള്ളവർക്കൊക്കെ കയറി പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അതൊന്നും ഇല്ല. നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? നഴ്സിംഗ് മാത്രമേ ഉള്ളൂ. നഴ്സിംഗ് പഠിച്ചു ക്ലിയർ ആയിട്ട് പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ് ഇപ്പോൾ ഉള്ളതൊക്കെ. അതിനകത്ത് ഭയങ്കര ഹൈ ആണ്, ക്വസ്റ്റ്യൻസ് വളരെ ടഫ് ആണ്, അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ സിലബസിനുള്ളിൽ നിന്നുള്ള കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നിങ്ങളുടെ കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. നമുക്ക് അടുത്ത ടോപ്പിക്ക് കൊണ്ട് മോസ്റ്റ്ലി നമുക്ക് നാളെ തന്നെ കേട്ടോ, നാളെ തന്നെ നമുക്കത് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കണം. നമ്മുടെ പെൽവിസും ഇതോടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി അങ്ങോട്ട് തീരും. ഓരോ ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക. ഫൈനലി നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആരും ഉഴപ്പാതെ ക്ലിയർ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകും. വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ നമ്മൾ ഇന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.